ഈ വീഡിയോയിലെ പശ്ചാത്തല സംഭാഷണം ഈ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി നെഹ്മൽ അൻവർ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. നമസ്കാരം. ഇന്ന് നമ്മളൊരു ശരിക്കും ഒരു കൗതുകകരമായ വിഷയത്തിലേക്കാണ് കടക്കുന്നത്. കാഴ്ചയില്ലാതെ ചെസ്സ് കളിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? ആലുവയിലെ കാഴ്ച പരിമിതിയുള്ളവർക്കായി നടന്നൊരു ചെസ് ടൂർണമെൻറ്റിനെ കുറിച്ചുള്ളൊരു ലേഖനമാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇത് വെറുമൊരു വാർത്തയായിട്ട് കാണരുത്. ഇത് മനുഷ്യൻ്റെ കഴിവിൻ്റെയും ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെയും നേർക്കാഴ്ചയാണ്. നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. തീർച്ചയായും. ഈ കാഴ്ചയില്ലാതെ ചെസ്സ് കളിക്കുക എന്ന് പറയുമ്പോൾ അത് അവിശ്വസനീയമായിട്ട് തോന്നാം പലർക്കും. ഇതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബോർഡുകളുണ്ട്. അതെങ്ങനെയാണ്? ഓരോ കളവും അത് ചിലപ്പോൾ ഉയർന്നും ചിലപ്പോൾ താഴ്ന്നും ഇരിക്കും, തിരിച്ചറിയാൻ വേണ്ടി. പിന്നെ കരുക്കളില്ലേ, അതിന്റെ അടിയിലൊരു ചെറിയ ആണി പോലെ ഉണ്ടാവും. ഓഹോ. അത് ബോർഡിലെ ചെറിയ തുഴകളിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റും. അപ്പോ വീഴില്ല. കറുത്ത കരുകൾ തിരിച്ചറിയാൻ അതിന്റെ മുകളിലൊരു ചെറിയ അടയാളം, ഒരു മുഴ പോലെ ഉണ്ടാവും. തൊട്ടുനോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. പിന്നെ ഏറ്റവും പ്രധാനം, ഓരോ നീക്കവും അത് കൃത്യമായിട്ട് പറയണം, ഉറക്കെ പറയണം. അതെ. 3,000 plus trophy, 4, 2,500, 5, 2,000, 6 to 10, 1,500, 11 to 15, 1,000, 16 to 30, 16 മുതൽ 30 വരെ പ്ലേയേഴ്സിന്, നടത്തുന്ന പ്ലേയേഴ്സിന് 500. ജൂനിയർ ചാമ്പ്യൻ 2,000 plus trophy, ജൂനിയർ ഫസ്റ്റ് റണ്ണർ 1,500 plus trophy, ജൂനിയർ സെക്കൻഡ് റണ്ണർ തേർഡ് പ്ലേസ് 1,000 plus trophy. ജൂനിയേഴ്സിൽ പങ്കെടുത്ത മറ്റെല്ലാ പ്ലേയേഴ്സിനും 500 plus മെഡൽസ്. അതുപോലെ വുമൻസ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് 2,000 plus trophy, സെക്കൻഡ് 1,500 plus trophy, തേർഡ് 1,000 plus trophy. അതുകൂടാതെ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും സമ്മാനം ലഭിച്ചവർക്ക്, ലഭിക്കാത്തവർക്ക് എല്ലാവർക്കും, ക്ലോസിംഗ് സെറമണിയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഒരു സ്നേഹോപഹാരം നൽകുന്നതായിരിക്കും. അതുപോലെ ഇതിന് ശരിക്കും പറഞ്ഞ അപാരമായ ഓർമ്മശക്തി വേണം, ഏകാഗ്രതയും വേണം. അതെ അതെ. അപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ നടന്ന ആ ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റിനെ കാണാൻ. ഇത് സംഘടിപ്പിച്ചത് ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡും പിന്നെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് KFBയുടെ യൂത്ത് ഫോറം, പിന്നെ കേരള ബ്ലൈൻഡ് ചെസ് അസോസിയേഷനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അതെ, ഒരു ദ്വിദിന മത്സരമായിരുന്നു. ലേഖനത്തിൽ അതിനെ ചതുരംഗക്കളത്തിലെ ഒരു പോരാട്ടം എന്ന് പറയുന്നുണ്ടത്. അത് വെറും വാക്കല്ല. അല്ല, അത് വെറും കളിയല്ല. ശരിക്കും അതൊരു യുദ്ധം തന്നെയാണ്, ഏകാഗ്രതയുടെയും പിന്നെ തന്ത്രങ്ങളുടെയും. ശരിയാണ്. അവിടെയാണ് ഈ ലേഖനത്തിൽ പറയുന്ന ആശയം, വെല്ലുവിളികളെ അതിജീവിക്കാൻ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി എന്നത്. അത് വളരെ പ്രസക്തമാകുന്നത്. വളരെ ശരിയാണ്. കാഴ്ച എന്നൊരു ഇന്ദ്രിയമില്ല. ആ ഒരു കുറവിനെ അവർ മറികടക്കുന്നത് മറ്റ് കഴിവുകൾ കൊണ്ടാണ്. സ്പർശനത്തിലൂടെ, കേൾവിയിലൂടെ, പിന്നെ മനസ്സിൽ കണക്കുകൂട്ടി. അങ്ങനെയാണ് കരുക്കൾ നീക്കുന്നത്. ഇത് ശാരീരികമായ പരിമിതികളെ മാനസികമായ കരുത്തുകൊണ്ട് നേരിടുന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിലിരുന്ന് കളിക്കുന്നത് കാണുമ്പോൾ അവരുടെ ആ സമർപ്പണം അത് നമുക്ക് മനസ്സിലാവും. അതെ, ആ പോരാട്ടത്തിൽ സ്വാഭാവികമായും വിജയികളുമുണ്ടായി. പുരുഷ വിഭാഗത്തിൽ കാസർഗോഡ് നിന്നുള്ള മുഹമ്മദ് റാഹിലാണ് ഒന്നാമതെത്തിയത്. കോഴിക്കോട് നിന്നുള്ള നൌഷാദ് EP, പിന്നെ മുഹമ്മദ് സാലിഹ് എന്നിവർ 2-3 സ്ഥാനങ്ങൾ നേടി. വനിതാ വിഭാഗത്തിലാണെങ്കിൽ പാലക്കാട് നിന്നുള്ള ശില്പ രവിചന്ദ്രനാണ് 1-ാം സ്ഥാനം. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഗോപി L 2-ാം സ്ഥാനവും നേടി. കൊള്ളാം. ഇവര് നേടിയത് ശരിക്കും ഒരു സമ്മാനം മാത്രമല്ലല്ലോ, അതവരുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയൊക്കെ ഒരു അംഗീകാരം കൂടിയാണ്. തീർച്ചയായും. അവിടെയാണ് ഇത്തരം ടൂർണമെന്റുകളുടെ ഒരു പ്രാധാന്യം വരുന്നത്. ഇത് കാഴ്ച പരിമിതിയുള്ളവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം നൽകുന്നു. പരസ്പരം മത്സരിക്കുമ്പോൾ കഴിവ് കൂടുമല്ലോ, അതൊരു വേദി നൽകുന്നു. ശരിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിന്, നമുക്കൊക്കെ ഇവരുടെ കഴിവുകളെക്കുറിച്ചൊരു ബോധ്യം വരാനും ഇത് സഹായിക്കുന്നുണ്ട് ഈ വിജയം. ഇത് വെറുമൊരു മത്സരത്തിനപ്പുറം എന്താണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്?
ഇതാ പങ്കെടുത്തവരുടെയൊക്കെ ആത്മവിശ്വാസം എത്രത്തോളം കൂട്ടിയിട്ടുണ്ടാവും അല്ലേ? ഉറപ്പായും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റില്ല. പങ്കെടുത്ത ഓരോരുത്തരുടെയും ആ നിശ്ചയദാർഢ്യം, അവരുടെ കഴിവ്, അതെല്ലാം ഈ ടൂർണമെന്റ് എടുത്തു കാണിക്കുന്നുണ്ട്. പിന്നെ സംഘാടകർ, അവരുടെ ആ കൂട്ടായ പ്രയത്നം, അത് അഭിനന്ദിക്കാതെ വയ്യ. ശരിയാണ്. ഇത്തരം വേദികളിൽ കാഴ്ചപരിമിതിയുള്ളവരുടെ ഒരു സാമൂഹികവും മാനസികവുമായ ഉന്നമനത്തിന് വളരെ ആവശ്യമാണ്. അത് നൽകുന്ന ഒരു പ്രചോദനം അത് വലുതാണ്. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ ടൂർണമെന്റും അതിൽ പങ്കെടുത്തവരുടെ ആ കഴിവുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ശരിക്കും മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് ഒരു പരിധിയുമില്ല എന്നതാണ്. അതിന്റെ സാധ്യതകൾ അപാരമാണ്. എന്നാൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇതുപോലുള്ള അവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും എത്രത്തോളം കിട്ടുന്നുണ്ട്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കുന്ന ഒരു സമൂഹമുണ്ടാക്കാൻ ഇനിയും എന്തെല്ലാം ചെയ്യണം? നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആലുവ ചെസ് ടൂർണമെന്റ് സാധ്യതകൾ, വിലയിരുത്തലുകൾ. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ സംഘടിപ്പിച്ച ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സമാപിച്ചു. വെല്ലുവിളികളെ അതിജീവിക്കാൻ, പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി ചതുരംഗക്കളത്തിലെ പോരാട്ടത്തിൽ വിജയികളായി ആലുവയിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് മടങ്ങി. ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡും KFB യൂത്ത് ഫോറവും ഓൾ കേരള ബ്ലൈൻഡ് ചെസ് അസോസിയേഷനും സംയുക്തമായി കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംഘടിപ്പിച്ച ദ്വിദിന കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ മുഹമ്മദ് റാഹിൽ കാസർഗോഡ് 1ാം സ്ഥാനവും നൌഷാദ് EP കോഴിക്കോട് 2ാം സ്ഥാനവും മുഹമ്മദ് സാലിഹ് കോഴിക്കോട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ ശില്പ രവിചന്ദ്രൻ പാലക്കാട് 1ാം സ്ഥാനവും ഗോപി L കൊല്ലം 2ാം സ്ഥാനവും നീരജ R പാലക്കാട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗത്തിൽ ശരൺ ബാബു തൃശൂർ 1ാം സ്ഥാനവും അഭയകൃഷ്ണ കണ്ണൂർ 2ാം സ്ഥാനവും മുഹമ്മദ് റാനിഷ് കോഴിക്കോട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഏറ്റവും മികച്ച വൈറ്ററിൻ താരമായി പ്രദീപ് KK എറണാകുളം തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയികളായവർക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം JC ഫൗണ്ടേഷൻ ചെയർമാൻ JJ കുറ്റിക്കാട്ടു ഉദ്ഘാടനം ചെയ്തു. കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോൺ K ജേക്കബ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രാജേഷ് PR KFB യൂത്ത് ഫോറം സെക്രട്ടറി, VK ശ്രീജിത്ത് KFB എറണാകുളം ജില്ലാ പ്രസിഡന്റ്, അഡ്വക്കേറ്റ് സലാവുദ്ദീൻ, EP നൌഷാദ് ചെസ് അസോസിയേഷൻ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും JJ ഫൗണ്ടേഷൻ സ്നേഹോപഹാരം നൽകി. 7 റൗണ്ട് മത്സരങ്ങളാണ് ഈ ടൂർണമെന്റിൽ ഉണ്ടായിരുന്നത്. 1ാം ദിവസം 4 റൗണ്ടും 2ാം ദിവസം 3 റൗണ്ടുകളും. 1ാം ദിവസം പ്രശസ്ത മലയാള ചലച്ചിത്ര താരം ആര്യ സലിം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TJ ജോൺ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നരിവേട്ട സിനിമയിലെ അഭിനേതാക്കളായ പ്രശാന്ത് മാധവൻ, പ്രണവ് തിയോഫിൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. KFB യൂത്ത് ഫോറം പ്രസിഡന്റ് വിനോദ് B, കേരള ബ്ലൈൻഡ് സ്കൂൾ വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ അലക്സം കുര്യാക്കോസ്, റെക്ക ചാരിറ്റബിൾ കമ്മിറ്റി ചെയർമാൻ അശോക് കുമാർ B, റെക്ക ഗവേണിംഗ് കൗൺസിൽ അംഗം സന്തോഷ് മേലേക്കളത്തിൽ, ഇക്യുബീയിങ് ഫൗണ്ടേഷൻ സ്പോർട്സ് ലീഡർ അഫ്സൽ MH, കേരള ബ്ലൈൻഡ് ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് ബിനോയ് VS എന്നിവർ സംസാരിച്ചു. സംഘാടക തലത്തിൽ ടൂർണമെന്റിന് ഒത്തിരി സവിശേഷതകളുണ്ട്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ സാമൂഹ്യക്ഷേമത്തിനും സമഗ്ര വ്യക്തിത്വ വികസനത്തിനും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുന്ന 3 സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലുള്ള സംഘാടനം പ്രധാന സവിശേഷതയാണ്. അതോടൊപ്പം പരിമിതികളെ മറികടക്കുക, സാധ്യതകളെ ഉന്നതിയിലെത്തിക്കുക എന്ന സന്ദേശവുമായി പ്രവർത്തിക്കുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായ ഇക്യുബീയിങ് ഫൗണ്ടേഷന്റെ സഹകരണവും ഈ ടൂർണമെന്റിനുണ്ടായി. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ മാത്രം ശ്രദ്ധ ഊന്നിയിരുന്ന ഈ സംഘടനകൾ ആധുനിക കാലഘട്ടം ആവശ്യപ്പെടുന്ന വിധത്തിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്രമായ മാനസിക ഉല്ലാസത്തിനും ജീവിതാസ്വാദനത്തിനും വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിലേക്കും ഈ ലക്ഷ്യത്തിലേക്ക് ഒരു സംഘടനകളുടെ കൂട്ടായ്മയുടെ വലിയ സാധ്യത ഈ ടൂർണമെന്റ് കാണിച്ചു തന്നു. ചതുരംഗ കളത്തിലെ യുദ്ധഭൂമിയിൽ ഇരുവശത്തും ഏകാഗ്രതയുടെ കടുത്ത പോരാട്ടം നയിച്ചവർ ജയപരാജയങ്ങൾക്കു ശേഷം കൈകോർത്ത് പിടിച്ച് മത്സരരംഗത്ത് നിന്നും വിശ്രമത്തിലേക്കും മത്സര വിശകലനത്തിലേക്കും പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത യുദ്ധം ആരംഭിക്കുന്നതുവരെ സൗഹൃദം പങ്കിടുന്ന മനോഹരമായ കാഴ്ചകളും നമുക്ക് കാണാനാകും.
കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രായഭേദമന്യേയുള്ള ഒരു വലിയ കൂട്ടായ്മ ഈ ടൂർണമെൻറ്റിൻ്റെ സവിശേഷതയായിരുന്നു. പ്രായമേറിയവർക്കും പ്രായം കുറഞ്ഞവർക്കും ഇടകലർന്ന് കളിക്കാൻ കഴിയുന്ന ഒരേയൊരു ടൂർണമെൻറ്റ് കാഴ്ചപരിമിതരുടെ ചെസ് ടൂർണമെൻറ്റുകളായിരിക്കാം. തലമുറകളുടെ സമാഗമവും സംവേദനവും വളരെ ക്രിയാത്മകമായി രൂപപ്പെടുന്നത് രസകരമായ അനുഭവമായിരുന്നു. കാഴ്ചപരിമിതരുടെ ചെസ്സിൻ്റെ പിതാവും തലതൊട്ടപ്പനുമായ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 82 വയസ്സുള്ള രാജൻ മാഷും ടൂർണമെൻറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 4ാം ക്ലാസ്സുകാരൻ MP ആദിഷും ഒരുമിച്ച് മത്സരിക്കുന്ന മനോഹരമായ കാഴ്ചയും നമുക്ക് കാണാനായി. ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന കൊച്ചുകുട്ടികളോടൊപ്പം അവരുടെ മാതാപിതാക്കളടങ്ങുന്ന സകുടുംബം പങ്കാളികളായതും ആ മാതാപിതാക്കളുടെ പൂർണ്ണ സഹകരണം ടൂർണമെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടായതും ഏറെ സ്നേഹവും അഭിമാനവും നൽകുന്നു. ടൂർണമെൻറ്റിലുടനീളം ഊർജ്ജവും ഓജസ്സുമായി ഓടിച്ചാടി നടന്നത് ആലുവ ചൂണ്ടി ഭാരത് മാത ലോ കോളേജിലെ 10ഓളം NSS വളണ്ടിയർമാരായിരുന്നു. വളരെ ക്രിയാത്മകമായി എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെട്ടിരുന്നു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി അന്താരാഷ്ട്ര തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളുണ്ട്. കേരളത്തിൽ ചെസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവ മാത്രമേ വേണ്ടത്ര പ്രചാരത്തിലുള്ളൂ. പാരാലിമ്പിക് മാതൃകയിലുള്ള കായിക ഇനങ്ങൾ കേരളത്തിൽ പ്രചാരത്തിൽ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നീന്തൽ, അഡ്വഞ്ചർ സ്പോർട്സ്, ട്രക്കിംഗ്, മാരത്തോൺ, ടാൻഡം സൈക്ലിംഗ്, റോളർ സ്കേറ്റിംഗ് തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിൽ പ്രചാരത്തിൽ വരുത്തുവാൻ നമ്മുടെ സംഘടനാ കൂട്ടായ്മകൾക്ക് വലിയ സാധ്യതകളാണുള്ളത്. അതിനൊരു തുടക്കമായി ഈ മാതൃകാപരമായ ടൂർണമെൻറ്റ് സംഘാടനം നമ്മെ സഹായിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. ഈ ടൂർണമെൻറ്റിൻ്റെ വലിയ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച കോർഡിനേഷൻ കമ്മിറ്റിയെ പരിചയപ്പെടുത്താം. ചെയർമാൻ TJ ജോൺ, സ്കൂൾ മാനേജർ. ജനറൽ കൺവീനർ ഫാദർ ജോൺ K. ജേക്കബ്, അഡ്മിനിസ്ട്രേറ്റർ കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി. വൈസ് ചെയർമാൻ ശ്രീമതി ജിജി വർഗീസ്, ഹെഡ് മിസ്ട്രസ്. വൈസ് ചെയർമാൻ ശ്രീ ബിനോയ് VS, പ്രസിഡന്റ് കേരള ചെസ് അസോസിയേഷൻ. വൈസ് ചെയർമാൻ ശ്രീ വിനോദ് B, പ്രസിഡന്റ് KFB യൂത്ത് ഫോറം. കൺവീനേഴ്സ് ശ്രീ രാജേഷ് PR, സെക്രട്ടറി KFB യൂത്ത് ഫോറം. ശ്രീ EP നൌഷാദ്, സെക്രട്ടറി ചെസ് അസോസിയേഷൻ. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ശ്രീ സുനിൽ ഫ്രാൻസിസ്, സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. ശ്രീ സുജിത് M, ചെസ് അസോസിയേഷൻ ചെസ് അസോസിയേഷൻ. ശ്രീ പ്രദീപ് KK, ചെസ് അസോസിയേഷൻ. ശ്രീ ടോമി ജോസ്, സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. 75ഓളം കളിക്കാർ പങ്കെടുത്ത ഈ ടൂർണമെൻറ്റിൽ 14 ജൂനിയർ താരങ്ങളും 3 വനിതാ താരങ്ങളും ഉണ്ടായിരുന്നു.